നിങ്ങൾ തൃശ്ശൂരുള്ള TJM ജ്വല്ലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? TJMൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട്, അതും നിർമ്മാണ വിലയിൽ. കഴിഞ്ഞ 31 വർഷമായി TJM ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട്. അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം. TJM ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ വീണ്ടും തെരുവു നായയുടെ ആക്രമണം. കടങ്ങോട്, മനപ്പടി, തെക്കുമുറി എന്നിവിടങ്ങളിലും എരുമപ്പെട്ടി തിപ്പല്ലൂരിലും 6 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് കടിയേറ്റു. എരുമപ്പെട്ടി തിപ്പല്ലൂർ തച്ചാട്രി മനോജിന്റെ മകൾ 13 വയസ്സുള്ള അതിരിത, കാണിപ്പയ്യൂർ സ്വദേശി അമ്പലത്തിങ്കൽ ബാബുരാജിന്റെ മകൻ 6 വയസ്സുള്ള ആദിദേവ്, കടങ്ങോട് മണ്ടംപറമ്പ് ചുള്ളിവളപ്പിൽ ബാലൻ, മനപ്പടി പൂവത്തെങ്കൽ അനിലൻ, തെക്കുമുറി സ്വദേശികളായ PT സുരേന്ദ്രൻ, ചന്ദ്രൻ നായർ, സുവർണ എന്നിവർക്കാണ് കടിയേറ്റത്. കുട്ടികളായ അതിരിതയ്ക്കും ആദിദേവിനും വീട്ടുപരിസരത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നായയുടെ കടിയേറ്റത്. മറ്റുള്ളവർക്ക് റോഡരികിൽ വെച്ചുമാണ് കടിയേറ്റത്. നായ ഓടി, കുട്ടി പടര അവിടെ നിൽക്കായിരുന്നു. അപ്പൊ മറ്റേ കുട്ടീനെ കടിക്കാൻ പറ്റിയില്ല. മറ്റേ കുട്ടി ഓടി വന്നു. അത് എന്നിട്ട് അവിടെ നിൽക്കുമ്പോ കുട്ടീനെ കടിക്കുമ്പോ ഇവൻ ഓടണമൊന്നുമില്ല, ഓടില്ല. ഓടി വന്നിട്ട് പട്ടി കടിച്ചത് അറിഞ്ഞില്ല. കുട്ടി വേറെ ആളറിഞ്ഞു. കണ്ടപ്പോ പറഞ്ഞത് ഒരു 4-4:30 ഉണ്ടാവും. ഇവൻ അവിടെ നിക്കാർന്ന്. അപ്പൊ പട്ടി അറിയാണ്ട് ഓടി വന്നിട്ട് കടിച്ചു. പിന്നെ മാന്തും ചെയ്തു. ഇപ്പൊ ഇറങ്ങിക്കില്ല. അവൻ പേടിച്ച അനങ്ങിയില്ല, കരഞ്ഞില്ല. ഇങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ അവിടെ ഒരാളുണ്ടായിരുന്നു. അപ്പൊ അയാള് കണ്ട കാരണം അറിഞ്ഞു, അല്ലെങ്കിൽ അറിയില്ലേനു. അതെനിക്കറിയില്ല. ഇവിടെ അവിടുത്തെ വീട്ടിലത്തെ ഒരു പട്ടീനെ കടിച്ചിക്ക്, തറവാട്ടിത്തെ. അതിന്റെ പിന്നാലെ ഓടി വരണ കണ്ടിക്ക്. ഓടി നടക്കുന്നുണ്ട് പട്ടി. ആരെങ്കിലും കടിക്കണമെന്ന് അറിഞ്ഞൂടാ. എവിടെ ഉള്ളതാവോ, ഇവിടെ ഒന്നുള്ളതല്ല. കൊണ്ടുപോയ കാരണം കാലത്ത് ഞാൻ പണിക്ക് പോകായിരുന്നു. അപ്പോഴാണ് ഒരു നായ വലത്തെ കാലം അങ്ങോട്ട് പൊങ്ങണില്ല. എന്താ വെച്ചിട്ട് നോക്കിയപ്പോ നായ കടിച്ചു പിടിച്ചൊക്കെയാണ്. അതിന് മണ്ടയ്ക്ക് 2 അടി ഞാൻ കൊടുത്തപ്പോഴാണ് അത് വിട്ടത്. പിന്നെ ഇപ്പുറത്തെ കാലിന് മുകളിൽ പിടിക്കാൻ വന്നു. അപ്പം ഞാൻ അതിൻ്റെ തലയ്ക്ക് ഇട്ടിട്ട് നല്ലൊരു താങ്ങൂണി കൊടുത്തു. അപ്പോഴാണ് പാലത്തിന് മുകളിൽ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവർ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നായ എന്നെ കടിച്ചു എന്ന്. ചോര അപ്പളിക്കും ഇതായിട്ട് വന്നു. പിന്നെ ആ വള്ളിയിൽ പോയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അത് മനക്കിലെ വീട്ടിൽ പണിക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരാൾ എന്നെ കടിച്ചത്. രാമേട്ടൻ എന്നാ ബാലേട്ടൻ എന്നാണ് പേര് പറഞ്ഞു, മണ്ടോർമ്മില്ല. ആളെന്നെ കടിച്ചതിന് ശേഷമാണ് അത്ര അങ്ങോട്ട് ആ പറമ്പ് കൂടെയാണ് ഓടി വന്നത്. റോട്ടിൽ കൂടെ പോകുമ്പോഴൊന്നും കണ്ടില്ലേ നായനെ. അവിടെ ആൾക്കാരും കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ഒക്കെ പണിക്ക് പോകുന്ന ആൾക്കാർ തന്നെ. പരിക്കേറ്റ 6 പേരെയും അത്താണി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് പഞ്ചായത്തുകളിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ ഭയത്തോടെയാണ് കഴിയുന്നതെന്നും പഞ്ചായത്ത് അംഗം K ഗോവിന്ദൻകുട്ടി പറഞ്ഞു. ഈ പ്രദേശത്ത് എരുമപ്പെട്ടി പ്രദേശത്ത് പൊതുവെ എരുമപ്പെട്ടിയും കടങ്ങോട് പരിസരത്തും പൊതുവെ തെരുവുനായ്ക്കളുടെ ശല്യം അതിരൂക്ഷമായിട്ട് മാസങ്ങളോളം മുന്നേ തന്നെ അനിഷ്ട സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ കുണ്ടുപറമ്പ്, എരുമപ്പെട്ടിയിൽ കരിയന്നൂർ കുണ്ടുപറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ പ്രദേശത്തും കരിയന്നൂർ മേഖലയിലും അതുപോലെ തന്നെ തിപ്പല്ലൂർ ക്ഷേത്ര പരിസരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒട്ടേറെ തെരുവുനായ്ക്കൾ ഓടി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികൾ, ഇപ്പോൾ വെക്കേഷൻ കാലമായതുകൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, അവധിക്കാലമായതുകൊണ്ട് അവർ ഓടലും കളിക്കലും ഒക്കെ നടക്കുമ്പോൾ ഈ തെരുവുനായ്ക്കളുടെ അക്രമം വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. ഇത് പേളകിയ നായയാണോ എന്തോ അറിയില്ല, പക്ഷേ ഈ പ്രദേശത്ത് കാണാത്തൊരു നായയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത്. എന്തായാലും സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി അതിനൊരു പരിഹാരം എന്തായാലും തേടേണ്ടതുണ്ട്. 2 മാസം മുൻപ് വെള്ളറക്കാട് കൊല്ലാൻപടിയിൽ വയോധിക കാർത്തിയായനിയെ പേവിഷബാധയുള്ള തെരുവുനായ കടിച്ചു കൊന്നിരുന്നു.